വർഷം 2040. ലോകം വളരെ മുന്നിലേക്ക് പോയിരിക്കുന്നു. ജോർജ് കുട്ടിയെ മെയ് 21 സഹദേവൻ ദൃശ്യം 7 അറസ്റ്റ് ചെയ്തേക്കും. റയൽ മാഡ്രിഡിന്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ ബസിലേൽ ഹക്കിം 100 ഗോളുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനൊപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റും അടിമുടി മാറിയിരിക്കുന്നു. സീനിയർ മാഡംസ് എല്ലാവരും തന്നെ റിട്ടയർ ആയി. ഓരോരുത്തരും അവരവരുടേതായ മേച്ചിൽപ്പുറങ്ങൾ തേടി. സിന്ധു മാഡം സ്വന്തമായൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങി. ലീഡ് സിംഗർ കം ഓണർ കം ജാസ് പ്ലെയർ. Sound check. Start. ఇంకేం కావాలి చాలే నీకై నువ్వై వచ్చి వాడవే నీకపై తిరునాలే. എടാ നിന്നോട് ഞാൻ വായിച്ചു വരാൻ പറഞ്ഞാലല്ലോ, വായിച്ചില്ലേ? അല്ല, പാട്ട് പഠിച്ചില്ലേ? എന്നേലും കഴിവുണ്ടോ നിനക്ക്? 4 പേര് നിന്നെ അറിയോ? ఇంకేం కావాలి പോരെ ఇది പോരെ. ഇന്ദു മാഡം ഓസ്ട്രേലിയയിൽ സെറ്റിലായി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ മെന്ററായി ഇപ്പോൾ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. എന്തായി കുട്ടികൾ ഇങ്ങനെ? എടാ മോനെ ക്യാമറോൺ ഗ്രീനെ, കവർ ഡ്രൈവ് അടിക്കുമ്പോൾ ദ ഹെഡ് ഹാസ് ടു ബി സ്ട്രെയിറ്റ് ടു ദ കവേഴ്സ്, അല്ലാതെ ഡോണ്ട് കവർ ദ ഹെഡ്. എത്ര തവണ പറഞ്ഞു ഈ കുട്ടികളോട് ഞാൻ, ഒന്നും കേൾക്കില്ല. ഈ പിച്ചിലൊക്കെ എന്താ ഇത്ര വെള്ളം കെട്ടിക്കിടക്കുന്നത്? ഗോ ടെൽ ദ ക്യൂറേറ്റർ. ഡിഡ് യു ചെക്ക് ദ സക്ഷൻ? സക്ഷൻ ചെക്ക് ചെയ്തു? ചെക്ക് ചെയ്തില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യ. പൊയ്ക്കോ. പിന്നെ ടിനു മാഡം രാവിലെ 9:30 ഒരു OT ലിസ്റ്റ് ഇട്ടില്ലെങ്കിൽ കൈവിറയ്ക്കുന്നത് കൊണ്ട് മാഡം ഇവിടം വിട്ടു പോയിട്ടില്ല. പക്ഷേ റിട്ടയർ ആയതുകൊണ്ട് MO തുടരാനും കഴിയില്ലല്ലോ. അങ്ങനെ മാഡം പണ്ട് സാമിയേട്ടൻ നടത്തിയിരുന്ന ചായക്കട കോൺട്രാക്ട് പിടിച്ചു. പൊറോട്ടയും ചായയും മുട്ടക്കറിയും ഒക്കെയാണ് ഇപ്പോൾ സ്പെഷ്യൽ. ആട് 2 സിനിമയിൽ ഡൂഡിനെ കണ്ട് മോട്ടിവേറ്റഡ് ആയി കോടികളുടെ കാർ കെയർ ബിസിനസ് ഉപേക്ഷിച്ച് സിജിൽ സാറും ടിനു മാഡത്തിന്റെ കൂടെ കൂടി. എന്താ സിജില് ഗസലൊക്കെ വിട്ടിപ്പോ തപ്പാങ്കുത്തിലോട്ട് മാറിയോ? ഹേയ് പാട്ടൊന്നല്ല മേഡം, മാവ് കിട്ട പേസി അടിച്ചിട്ട് ഇருக்கு. എന്ത് സൈലന്റ് ആയിട്ട് പിള്ളേർ ട്രോള് തള്ളിക്കൊണ്ടുവന്നു. നമസ്കാരം, എൻ്റെ പേര് പിന്റോ ആണ്. പക്ഷെ എന്നെ ഏബ സ്റ്റാറിനാണ് എല്ലാവരും വിളിക്കാറ്. ഗൈഡ് ലൈൻ ഏച്ചയുടെ ആണെങ്കിലും പ്രാക്ടിക്കലി സ്റ്റാൻഫോർഡാ ബെസ്റ്റ്. വേറത്തെ കണക്കാണ് വർത്താനം പറയാതെ. ആ ന്യൂറോക്കാർക്ക് ഒരു ടേബിൾ കൂട്ടി കൊടുത്താൽ പോരെ. പണ്ട് 10 10cc ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു 5cc ലോഡ് ചെയ്താൽ പോരെ. അതെന്തായാലും വല്ലാതെ മുതലായിപ്പോയി. കഴിഞ്ഞ ബഡ്ജറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ദാടിയൊക്കെ നിറച്ചു അളിയാ. പ്രായമായില്ലേ? 2040 നിനക്ക് താടി ഇല്ലല്ലേ? മണി 8:05. ചെയർമാൻസ് അല്ല ഇവിടെ കുത്തിയിരിക്കുക ഫോണുമായിട്ട്. ഞാനെങ്ങാനും കേറ്റി കൊടുത്തു. മാഡം അത് ഫോണിൽ കളിക്കില്ല മാഡം. മാഡം ശ്രദ്ധിച്ചു നോക്ക്, അവരിവിടെ ഇരുന്നിട്ട് കൺട്രോൾ ഉപയോഗിച്ച് പേഷ്യന്റ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഹോസ്റ്റലിൽ ഇരുന്നാൽ എന്റെ ബസ്സിൽ പഞ്ച് ചെയ്യാൻ പറ്റില്ലേ? എന്നിട്ട് നിന്റെ ആഭാസത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അത് പോട്ടെ മാഡം, നിങ്ങൾ അത് കൊണ്ട് കാണും. അത് സംശയ സിസ്റ്റർ ഒന്നല്ലേ, അത് സംശയ AI ഡ്രോണാ. ഓർത്തോ ടേബിൾക്ക് വേണ്ടി ഫെന്റനിൽ കൊടുക്കാൻ പോവാ. ഇപ്പം ഫുള്ള് ഇവിടെ AI കളികളാ മാഡം. എന്നാലും ടേബിൾ ലിസ്റ്റ് ഇടാൻ മാഡം തന്നെ വേണ്ടേ? എന്താ മോനെ ഗർജുന, നിന്റെ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ല മാഡം. ഈ പറയടാ, എന്ത് പറ്റി? ടേബിളിൽ ഒരു 5cc ആരെങ്കിലും 2cc എടുത്ത് വെച്ചോ? ചുമ്മാതി സിജുലേ. മാഡം ജെ.കെ. നീ പറയടാ മോനെ. മാഡം, സംതിങ് അബൌട്ട് ദിസ് വീക്ക് ഈസ് നോട്ട് റൈറ്റ്. സംതിങ് ബാഡ് ഇസ് ഹാപ്പനിങ്. വെരി വെരി ബാഡ്. നമ്മളെ കുറച്ച് ജൂനിയർ MOമാസിനെ കാണാനില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. അതെന്താ 2025 ശേഷം വേറെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലേ? എല്ലാരും ഇപ്പോഴും ജൂനിയർ MOസ് തന്നെ ആണോ?
ക്വസ്റ്റിനൊക്കെ ആയിരിക്കും. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു കേട്ടോ. ഇൻഡ്യൂസ് ചെയ്താലോ? മെഷീനൊക്കെ ചെക്ക് ചെയ്തില്ലേ? ചെയ്തില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. ജയാത്രി പറയാം, വാട്ട് ആർ ദ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് ഹൈ പ്രഷർ സിസ്റ്റം? അയ്യോ മാഡം, ഞാൻ പോയി പ്രൊപ്പഫോൾ സെറ്റ് ആക്കിയിട്ട് വരാം. എന്നാ ജയാർ2. വാട്ട് ഈസ് ദ ഇൻഫ്യൂഷൻ ഡോസ് ഓഫ് പ്രൊപ്പഫോൾ? ഇനി അരമണിക്കൂറത്തേക്ക് നോക്കണ്ട. ജയാർ1 മോളെ വന്ന്. ഇതെന്താ സാധനം? അത് മാഡം ഒരു ക്ലൂ തരാമോ? ഈ പപ്സിന്റെ കൂടെ കുടിക്കുന്നത് സർബത്ത്. അടുത്തെത്തി. മധുരം വേണ്ട, ഗ്യാസ്. ലൈം സോഡ. അടുത്തെത്തി പോരട്ടെ. സോഡ ലൈം മാം. അയ്യോ സോഡ ലൈം. ഈ ഓർത്തോ ടേബിളിൽ ഒന്നും നിൽക്കുന്ന പിള്ളേർക്ക് ഒരു കുന്തവും അറിയില്ല. സിന്ധു മാഡം വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അവിടെ കഥകളി മാത്രം, ആൻസർ ഇല്ല. സിയാം കോട്ടൊക്കെ ഇട്ട് ഉള്ളിൽ നിൽക്കണ്ടേ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്? എനിക്കതൊന്നും വയ്യ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമല്ല കേട്ടത്. ജയാർ1 നീ മില്ലർ വായിക്കും. ജയാർ3 എപ്പോഴേക്കും പ്രൊപ്പഫോൾ ഇൻഫ്യൂഷന്റെ കാര്യം നോക്കേട്ടോ. ജയാർ2 എന്തിനാണോ വരുന്നത്? ജിബിൻ സാറേ, നിന്റെ കയ്യിൽ ടാബൊക്കെ ആയിട്ട്? എല്ലാവരും ടാബ് എടുത്ത് വരല്ലേ, ഞാനും എൻ്റെ മോൻ്റെ ടാബ് എടുത്തെങ്കിൽ പോന്നു. സാറപ്പോൾ ഇനി ടേബിളെ കട്ട വായനയായിരിക്കും അല്ലേ? പാട്ടൊന്നും ഇല്ലേ? വായനൊക്കെ എന്തിനാ, ഇതെടുത്തെങ്കിൽ പോന്നാ പോരെ. പിന്നെ ടാബ് എടുത്ത് വരുന്നവരൊക്കെ ഇവിടെ മലമറിക്കുവാണല്ലോ. നമുക്കിട്ടാണല്ലോ. മ്യൂസിക് ഈസ് മൈ ഓൺലി പാഷൻ. ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർബത്ത്. അതെവിടുന്ന ഒരു മ്യൂസിക്? ഞാൻ കാർ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇതാരാ? മിനി. മിനി 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 എനിക്ക് എനിക്ക് മിനി 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 മിനി. നീ എന്താ നോക്കിയിരിക്കുന്ന? വിളിച്ചേ. റിവേഴ്സൽ കൊടുത്തായിരുന്നോ? സുമാഡക്സ് കൊടുക്കായിരുന്നു. സുമാഡക്സ് കൊടുത്താൽ നല്ല സുഖമാ. മിനി 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 എനിക്ക് മിനി 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 എന്താ എണീക്കാത്ത? മിനി എണീക്ക്. മിനി എണീക്കുന്നില്ല. ഞാൻ എന്നാ കുറച്ച് സീരീസ് കണ്ടിട്ട് വരാം. നീ വിളിച്ചോ. റേഞ്ചും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ലല്ലോ. ഒരു കട്ട കിട്ടി, എന്നാലും കുറവാണ്. ഇവിടെ പുതിയ വൈഫൈ ഉണ്ടല്ലോ ആ ട്രാൻസ്പ്ലാന്റ് ടേബിളിന്റെ അടുത്ത്. വൈഫൈ ഒക്കെ അടവുളേ. ഞാൻ തവരും. ശ്രീഷ്മ മാഡം, അടുത്ത കേസ് കേട്ടട്ടെ. എന്താ അടുത്ത കേസ്? തൈറോയിഡക്ടമിയാ മാഡം. തൈറോയിഡക്ടമിയോ? ഫോൺ നോക്കാണ്ട് പറയാൻ പറ്റില്ലേ? മാം, രാജൻ 39 മെയിൽ പേഷ്യന്റ്. ഇത് ഫീമെയിൽ പേഷ്യന്റ് ആണല്ലോ. സോറി മാഡം, രജനി 39 ഫീമെയിൽ പേഷ്യന്റ്. എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള പേഷ്യന്റ് ആണോ? ഇല്ല മാഡം, ASA1 ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ASA1 ഒക്കെ അവിടെ നിൽക്കട്ടെ. പേഷ്യന്റ് 2026 ചെസ്റ്റ് പെയിൻ്റെ സ്റ്റാറ്റസ് എന്താ? കഴിഞ്ഞ ആഴ്ച വന്ന ചുമയുടെയോ? മാഡത്തിന് പേഷ്യന്റ് മാറിപ്പോയോ എന്നൊരു സംശയം. പേഷ്യന്റ് മാറിപ്പോയോ? രജനി 39 ഫീമെയിൽ, പൂരാടം നക്ഷത്രം, കുട്ടികൾ 2, മൂത്തയാൾ 10 7A+, ഇളയാൾ 6. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? Let me remind you something. It is quite impeccable an act. A JR3 is supposed to be the watchdog of the table. Instead, you stood still like a varapindi in the... മാഡം, ആ ക്വാഡ്രാറ്റസ് ലംബോറം ബ്ലോക്ക് ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വരാമോ? അത് കഴിഞ്ഞിട്ട് ഒരു EO ബ്ലോക്ക് കൂടെ ഉണ്ട്, ഒന്ന് സഹായിക്കാമോ? ഇത് ഒരു ബ്ലോക്ക് കൊടുക്കാനുള്ള ചാൻസ് ഒന്നല്ലേ കേട്ടത്? Come on, Srishma. You are the mass, the Karingal, the Kodingat, the unstoppable. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ മാഡം? എൻ്റെ സകല പിടിപാട് ഉപയോഗിച്ച് എന്നെ അന്വേഷിച്ച് നോക്കി. AHA, ISA, IMA, PSA, സ്റ്റാൻഫോർഡ്, സ്റ്റാർബക്സ്, ഒരു രക്ഷയില്ല മാഡം. ഈ കോളേജിനെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും അടിമുടി അറിയുന്ന ആരെങ്കിലും വന്നാലേ ഇനി കാര്യമുള്ളൂ. മാഡത്തിന് ഇനി അങ്ങനെ ആരെങ്കിലും അറിയാമോ? യെസ്, ഒരാളുണ്ട്. 2025 ഏപ്രിൽ 30 ഒരു കൂട്ടം ഡോക്ടർമാരുമായി പോയ വിമാനം യാത്രാമധ്യേ ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അതുണ്ടാക്കിയ നടുക്കം ചെറുതായിരുന്നില്ല. എന്നാൽ ആ പദ്ധതി പാളിയപ്പോൾ ഹൈജാക്കേഴ്സിനുണ്ടായ തിരിച്ചടിയുടെ കഥ. അവിടെ നിന്നും 2040 ആയപ്പോഴേക്കും പുതിയ പദ്ധതിയുമായി വരുന്നതിൻ്റെ കഥ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലനിൽപ്പ് തന്നെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത
നായികയുടെ രംഗപ്രവേശത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതൊക്കെ വല്ല നടക്കുമോ മാഡം? എന്നാൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. സ്വാമിയേട്ടൻ്റെ പാപ്പത്തിൻ്റെ പിന്നാലെ പായുകയാണ് ഈ ലോകം. പണ്ട് 2 പിടിവരലും ഒരു ഇൻക്യുബേഷനും കഴിഞ്ഞ ഒരു ചായയും കറിയും കിട്ടിയിരുന്നത്. അല്ലെങ്കിൽ ഗാഥാ മേഡം ഇറക്കി വരുന്നു അന്നൊരു ഉപ്മാവും ഹോർലിക്സും. തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട, ആരും നിന്നെക്കാൾ വലിയവരല്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ ഗാഥാ മേഡത്തിനേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. മേഡത്തെ കാണാൻ ഒരുപാട് ആൾക്കാരുള്ളൂ. ലീവ് ലെറ്ററും പൂള തീസിസും കൊണ്ട് ആൾക്കാരുണ്ട്, പൂറ പറമ്പായിരുന്നു. അതുകൊണ്ട് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വേണം. അതിന് ഈ റംഷീന തന്നെ ധാരാളം. എന്നെ പേടിച്ചിട്ട് ഈ ഓർത്തോക്കാർ പോലും അടിക്കാറില്ല. പിന്നെയാണ് ഈ പീറ JR1s. അതാരാ അവിടെ കിടന്ന് ചിലക്കുന്നത്? അതാ വ്ളോഗർ സ്നേഹ വിൽസനായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ റിക്കവറി റൂമിലാണ്. ഇവിടെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നിരത്തി കിടക്കുക. ഇവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ നമുക്ക് വെന്റിലേറ്റർ ഉണ്ട്. ഇതേ കണ്ടോ 2 പൈപ്പ് തൂങ്ങി കിടക്കുന്നത്? ഇതിലൂടെയാണ് നമ്മൾ ശ്വാസം കൊടുക്കുക. ഇതിൻ്റെ തൊട്ടപ്പുറമാണ് നമ്മുടെ HODൻ്റെ റൂമുള്ളത്. അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ രക്ഷകത ഇപ്പോൾ ഇവിടെ അവതരിക്കും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതെന്താ ടിനു മാഡത്തിന് മാത്രം ഒരു കുലുക്കവും ഇല്ലല്ലോ? പാറ്റൻ ടാങ്ക് പോലെ കുലുങ്ങാതെ നിൽപ്പുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് പേടിക്കാം കേട്ടോ. Someone please brief me. എന്താ ഇവിടെ സംഭവിച്ചത്? മാഡം, ഇന്നും സൂര്യൻ ഉദിച്ചിരുന്നു, ഉദയാസ്തമങ്ങൾ ഉണ്ടായിരുന്നു. അവയൊന്നും എനിക്ക് മാത്രമായിരുന്നില്ല, എന്റേത് മാത്രമായിരുന്നില്ല. Please come to the point. Okay. I'm planning to post accused at 7 PM. Kahoot based. ഓപ്ഷൻസിൽ പബ്ലിക് ഒപ്പീനിയൻ ഇടുന്നുണ്ട്. ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് അപ്പം അറിയാം. എവരിബഡി പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നിനക്കും അറിയില്ല? മാഡം, കഴിഞ്ഞ 20 വർഷത്തെ പോലെ 9-2 ഞാൻ ഇപ്പോഴും ലിസ്റ്റ് ഇടാറുണ്ട്. മാഡം, റോസിന്റെ എണ്ണം കൂടുന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ഹൈദരാബാദ് വരെ പോയി ചെയ്യുന്നു. രാവിലെ കോഴിക്കോടെങ്കിൽ ഉച്ചയ്ക്ക് ഹൈദരാബാദ്, രാത്രി കാട്ടാക്കട. DRP പോസ്റ്റിംഗ് പോയവര് കിടിലങ്ങളായിട്ട് തിരിച്ചു വരുന്നു. രാത്രി 8 മണിക്ക് വരെ ഇലക്ടീവ് കേസസ് കൊടുക്കേണ്ട വരുന്നു. ആകെ മൊത്തം അൺയൂഷ്വൽ തിങ്സ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മാഡം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെ ജൂനിയർ റമോസിനെ ഒന്നും കാണാനില്ല. ഓരോരുത്തരായിട്ട് മിസ്സിംഗ് ആണ്. അതിപ്പോ അതൊക്കെ ഉണ്ട്. നീലാകാശം പീലി വിടർത്തും പച്ചത്തെങ്ങോല. പുള്ളി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇമ്പോഷൻ ചെയ്യിപ്പിക്കണോ അതോ ഇമ്പോഷൻ എഴുതിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം? എല്ലാം കണക്കാ. എന്തായാലും ഈ പിള്ളേരൊന്നും പഠിക്കാൻ പോകുന്നില്ല. റേഞ്ച് ഉണ്ട്. 2 കട്ട, 1 കട്ടയും കൂടെ കിട്ടുവാണെങ്കിൽ 3rd കേസ് ഞാൻ ക്യാൻസൽ ചെയ്യും. അയ്യോ റേഞ്ച് കാണുന്നില്ല. അമ്മേ. UST മെഷീനൊക്കെ സെറ്റാണല്ലോ. ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് മതിയാന തിരിക്കേ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ആരെങ്കിലും സംശയം ഉണ്ടോ? എനി ക്ലൂസ്? നീ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് മാഡം മാത്രം ചെയ്യാൻ പറ്റും. ഓഹോ, അത്രയ്ക്കായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്ത് തന്നെ. എനിക്ക് ഇവിടുത്തെ മോണിറ്റേഴ്സിനോടും മെഷീൻസിനോടൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്. ഇതെന്തോന്നളിയാ, മിഷനോട് സംസാരിക്കാനോ?
മിഷനോടും മോണിറ്ററോടൊക്കെ സംസാരിക്കാനുള്ള സ്കില്ല് അത് നിനക്കല്ലേ? ഊതിയതാണല്ലേ. കാറ്റടിച്ചപ്പോ തോന്നിയില്ലേ? തോണി. പൊന്നു മോളെ എണീക്കടാ. ഇവിടെ എന്ത് തേങ്ങയൊക്കെയാ നടക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കണ്ണു പറഞ്ഞേ, എണീച്ചേ. ചത്ത പോലെ കിടക്കാൻ യൂണിവേഴ്സിറ്റി എക്സാം ഒന്നും അല്ലല്ലോ. എണീറ്റടാ മോളെ. ഇതെന്താ രേഖയുടെ മുഖം? ടെക്നോളജി അഡ്വാൻസ് ആയപ്പോൾ മാനിക്വിന് നമുക്ക് ഏത് ഫേസ് വേണമെങ്കിലും വെക്കാം. നേരത്തെ ഒരു പർപ്പിൾ സ്ക്രബ് സൂട്ട് ഇട്ട മാനിക്വിൻ ഉണ്ടായിരുന്നു. അതിലും ഭംഗി ഞാനല്ലേ മാഡം? എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ നടക്കുന്ന വല്ല നീ അറിയുന്നുണ്ടോ? ഉണ്ട് മാഡം. ഇവിടെ ഫുൾ സീനാണ്. കള്ളപ്പിന്റെ ബഹളം, രജിസ്റ്റർ ഫുൾ സ്കാം. ഇതൊക്കെ എനിക്കും അറിയുന്ന കാര്യല്ലേ, ഞാനും കണ്ണടയ്ക്കുന്നതല്ലേ. അതല്ലടാ ചോദിച്ചത്. ഇവിടെ രാത്രി വല്ല ഒറ്റപ്പെട്ട സംഭവം വല്ലതും നടക്കുന്നുണ്ടോ? വല്ല വെളിച്ചോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ട് മാഡം. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെയുള്ള പെരിച്ചാഴിക്ക് തീറ്റ കൊടുത്തു വരുമ്പോൾ ഇവിടെ ഒരു വെട്ടം, ഒരു വെളിച്ചം. നോക്കുമ്പോൾ 2 പേർ ഇരുന്നു പഠിക്കുന്നു. ഡോക്ടർ ഗിനു ആൻഡ് ഡോക്ടർ ലിജാസ്. സ്വാഭാവികം, അവരെങ്കിലും ഉണ്ടല്ലോ പഠിക്കുന്നത്. വേറെ കുറെ ആൾക്കാർ ഇവിടെ സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. ഈ തൊലിഞ്ഞ പച്ച ലൈറ്റ് വെച്ചാ കഴിഞ്ഞാണ് അവന്മാര് നമ്മുടെ പ്ലാൻ മൊത്തം പൊളിച്ചത്. എടാ ഷോമാനെ, നിന്റെയൊക്കെ നശിച്ച പ്ലാൻ കാരണമാണ് കഴിഞ്ഞ പരിപാടി പാളിയത്. എന്റെ ഇൻഫ്രാറെഡ് ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടിച്ച് കൈ കൊടുത്തേ. എന്തൊക്കെ അവസ്ഥ. പണ്ട് എംഒടിയില് 2 ടർപ്പിട്ട് ഇരിക്കുന്നത്, 2 BC ഇരിക്കുന്നത്, 2 ട്രാൻസ്പ്ലാന്റ് ഒക്കെ ആയിട്ട് ലാവിഷായിട്ട് കേസ് ചെയ്ത് ഞാൻ അവരിപ്പോ എനിക്ക് BMSS ഫയലിൽ 2 ടേബിൾ എന്ന് പറ്റിച്ചു. അതും കൂടാതെ അവരുടെ സ്റ്റെറൈൽ പ്രിക്കോഷൻ, മാസ്ക്, ചെക്ക് ലിസ്റ്റ്. എനിക്ക് അതൊക്കെ നടന്നോ? എടോ, 2026 എൻട്രൻസ് റാങ്കിന്റെ റിസൾട്ട് വരുമ്പോ 2 പേർക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് അത് ഞാൻ വിട്ടേക്ക്. പക്ഷേ 2ാമത്തെ ഫസ്റ്റ് റാങ്ക് എനിക്കാ. അങ്ങനെയുള്ള ഒരുത്തനെയാണ് താനൊക്കെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്തിനാ സാറേ എല്ലാ മീറ്റിംഗിലും ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള എനിക്ക് പോലും ഇവിടെ ടേബിൾ കിട്ടുന്നില്ല. ഒരവസ്ഥ. കേസ് കിട്ടാനാണോ പ്രയാസം? അനസ്തേഷ്യക്കാർക്ക് 2 താങ്ക് യു അനസ്തേഷ്യ എന്നുള്ള കേക്ക് വാങ്ങിച്ചു കൊടുത്താൽ എത്ര കേസ് വേണമെങ്കിലും എത്ര ടേബിൾ വേണമെങ്കിലും കിട്ടും. തനിക്ക് ഇതൊക്കെ പറയാം. തന്റെ അന്യൂറിസം ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് അവര് കേക്ക് കാണിച്ച് പ്രകോപിച്ച് തനിക്ക് കേസ് കിട്ടും. പക്ഷെ എന്റെ കേക്കിന്റെ കല്ല് പൊട്ടില്ലാന്ന് അവർക്ക് നല്ലോണം അറിയാം. ഇനി അതിന്റെ ആവശ്യമില്ല സാറേ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ. എന്റെ ചെക്കൻ അവരുടെ ജൂനിയർ എംഒസിനെ എല്ലാരെയും തൂക്കി. ഇനി അവര് എംഒസ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ടേബിൾ തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന HDS ഇറക്കും. അങ്ങനെ പുതിയ ബാച്ച് HDS വരും. അപ്പൊ നമ്മൾ ഇവന്മാരെ വീണ്ടും ഇറക്കും. അപ്പൊ അവർക്ക് HDSഉം പഴയ ജൂനിയർ എംഒസും സീനിയർ എംഒസും കൂടി ആൾക്കാരെ കൊണ്ടൊരു കളിയായിരിക്കും. അപ്പൊ പിന്നെ അവർക്ക് ടേബിൾ തരാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, പെരുന്നാള്, വലിയ പെരുന്നാള്, ഓണം, വിഷു, ക്രിസ്മസ് വേണ്ടി വന്ന സൺഡേ കൂടെ നമ്മൾ ടേബിൾ വെക്കും.
സൂപ്പർ പ്ലാൻ സാറേ. ഒരു കേക്കിൽ തീരുന്ന പരിപാടിക്കാണ് ഇവന്മാരുടെ ഊള കിഡ്നാപ്പ്. പൊട്ടനും പോയി, ചട്ടിയും പോയി, കേസും കിട്ടി. ഐലസ അതല്ല, നമ്മുടെ ഡ്യൂട്ടി ലിസ്റ്റിൽ വല്ലതും കമ്പ്യൂട്ടർ വല്ല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? യെസ് മാഡം. രാവിലെ ടിനു മാഡം ഇടുന്ന ലിസ്റ്റ് രാത്രിയാകുമ്പോൾ കുറച്ച് പേർ വന്ന് മാറ്റുന്നു. 10 ടേബിൾസ് ഉള്ള സ്ഥലത്ത് 20 ടേബിൾസ് വരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആകുന്നു. എന്നാലും ഒരാളുടെ പേര് അവിടെയും ഇവിടെയും വരുന്നു. കേസ് കൂടുതൽ ഉള്ള സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു. ആരുടെ പേര്? എനിക്കതല്ല. എന്നാലും ആരാ സാറേ നമുക്ക് വേണ്ടി ഈ പണിയൊക്കെ അവന്മാരെ അവിടെ പോയി ചെയ്തത്? വാട്ട്? He is our man. Surgery spy in anesthesia. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب سجمل صبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد عطني رقصة الفريسة زيد عليها شوي عندي بيزة حق المحتار اللي نعرفه صيده سوي لي وقفة انا هيبة عيل سوي رقصة بياض جيب لي واحد كرك يلا بياض طق سيارة بوليس يلا يلا سوي لي رقصة ثانية رقصة ആ സജ്മൽ സാർ ഡാർക്ക് റൂമിൽ കൂടെ ഒറ്റയ്ക്ക് വരുന്നു. സാർ സൂപ്പർ ആണല്ലോ. സാറേ ഞാൻ ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞായിരുന്നോ? എങ്ങനെയുണ്ട്? ഇവിടെ കൊടുങ്കാറ്റിൽ ആന മാറിയപ്പോഴാ ബ്ലോക്ക്. ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നതാണ് മനസ്സിലായി. എന്തിനാ ഇതൊക്കെ? എന്തിനാണേലും ഞങ്ങളെ തിരിച്ച് വിടാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഞാനിവിടെ എങ്ങാനും മ്യൂസിക് ഒക്കെ ചെയ്തെങ്കിൽ ചില്ല് ചെയ്തിരുന്നോളാം. അങ്ങനെ ചിൽ ചെയ്യണ്ട ജിബിൻ സാറേ. നാളെ പുതിയ HDS പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കിഡ്നാപ്പിന്റെ രൂപം മാറും, ഭാവം മാറും. ഹായ്, റൈമിംഗ് വേർഡ്സ് ഒക്കെ പറയുന്ന ഹൈജാക്കർ സൂപ്പർ ആണല്ലോ. നമ്മൾ ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട്, പക്ഷെ ഒരിത്തിരി വെളിച്ചം പോലും ഇല്ലല്ലോ. ഈശ്വര, എന്റെ എക്സാമിനറിന്റെ ഫുഡ് മെനു ഇനി ആര് നോക്കും? അങ്ങനെയൊക്കെ ഇന്റലിജന്റ് ആയി ചിന്തിക്കും ശ്രീഷ്മ മാഡം. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കഴിഞ്ഞ തവണ വിമാന സംഭവം ഹൈജാക്കിംഗ് പാളിയപ്പോ എന്റെ ബോസുകൾ മാനസികമായി ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഇത്തവണ അവർക്ക് പിഴക്കില്ല. ഇൻഫ്യൂഷൻ ബബിന്റെ ലൈറ്റ് പോയിട്ട് ഇൻഫ്രാറെഡ് റേസ് പോലും കയറാത്ത അൾട്രാ മോഡേൺ റൂമിനകത്താണ് ഇത്തവണത്തെ കിഡ്നാപ്പ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ അവർക്ക് തോൽക്കാൻ പറ്റില്ല. ഇനി PMSSYയിൽ ബ്ലോക്കുകളുടെ ആഘോഷരാവ്. ഈ ബസ് പഞ്ച് ചെയ്തില്ല എന്നാ തോന്നുന്നത്. ഇവിടെ റേഞ്ച് ഉണ്ടോ നോക്കട്ടെ, ഒന്ന് പഞ്ച് ചെയ്തേക്കാം. ഇതിന് ചുറ്റും കുഴിയാണെന്ന് തോന്നുന്നു. വൈഫൈന്റെ സിഗ്നൽ വരെ വളരെ പൂറാണ്. ഏത് ഡിറക്ഷനിലോട്ടാണ് പോവേണ്ടതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചാടി രക്ഷപ്പെടാമായിരുന്നു. ഇവരൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ക്ലൂ നമ്മുടെ കയ്യിലുണ്ടോ? ട്രാക്ക് ചെയ്യാനൊക്കെ പാടാണ് മാഡം. എന്തെങ്കിലും ജസ്റ്റ് തിങ്ക്, എന്തെങ്കിലും ക്ലൂസ്? യെസ് പിന്റോ, ക്ലൂ കിട്ടിയോ? ക്ലൂ ഒന്നും കിട്ടിയില്ല മാഡം. ഞാൻ രാവിലെ പഞ്ചിങ് ചെയ്യാൻ മറന്നു പോയതാ, അതുകൊണ്ട് പഞ്ചിങ് ചെയ്യാൻ എടുത്തതാണ്. പഞ്ച് എ ബസ്. പിന്റോ, ആരെങ്കിലും എന്ത് പഞ്ച് ചെയ്തിട്ടുണ്ടോന്ന് നീ ആ ഫോണിലൊന്ന് നോക്കിക്കേ. നീ ഇതൊക്കെ നോക്കിയിട്ട് കുറെ നാളായില്ലേ? അതൊന്നും മിണ്ടാതിരിക്ക് മാഡം. അതിന് ചാൻസ് ഇല്ലല്ലോ, അവിടെ ഏതോ റേഞ്ച് കാണത്തില്ല മാഡം. ഓ എന്നെ പൊന്നു പിന്റോ, നീ ഒന്ന് നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ ഒരാള് പഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. യെസ് മാഡം, ശ്രുതി മാഡം പഞ്ചിങ് ചെയ്തിട്ടുണ്ട്. യെസ്, ഒന്ന് വിളിച്ചു നോക്കൂ. മാഡം ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. റേഞ്ച് ഇല്ല അല്ലേ? അപ്പൊ ഉറപ്പിക്കാം MOT തന്നെ. വാവ്, ബ്രില്യൻറ്റ്. വെയിറ്റ്, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ശ്രുതി മാഡത്തെ അടുത്ത്.
പിന്റോ സാർ, ഞങ്ങളെ ഒരു ലൈറ്റ് ഇല്ലാതെ ഒരു റൂമിൽ കിഡ്നാപ്പ് ചെയ്തേക്കുവാണ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് പഞ്ചിങ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡൻസ് കുറവാണ് പറഞ്ഞ് എന്നെ ടേബിളിൽ ഇടരുത്. പിന്നെ എൻ്റെ ടേബിളിൻ്റെ കുട്ടികളോട് നാളെ ഹൈ പ്രഷർ സിസ്റ്റം ലോ പ്രഷർ സിസ്റ്റം വായിച്ചിട്ട് വരാൻ പറയണം. കിഡ്നാപ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അയക്കാൻ പറ്റിയ മെസ്സേജ്. ആ ലൈറ്റ് പോലും നടക്കാത്ത റൂമിലേക്ക് ആരെങ്കിലും നടക്കുമോ? നമുക്ക് അവരെ അറിയിക്കണ്ടേ അവരെവിടെ ഉള്ളതെന്ന്? ഇനി നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ വേണം? നമ്മളെ സഹായിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ലൈറ്റ് കടക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. സൗണ്ടിന് പറ്റുമല്ലോ. എക്സ്റ്റുബേഷൻ ടൈമായി. തുടങ്ങിക്കോ. രതീഷ്, എഴുന്നേക്ക് രതീഷ്. ഇതെന്താ പല്ലോ? പ്രീതി മാഡം, നമ്മൾ ടേബിൾ 4ന്റെ മേലെയാ. നമുക്ക് ഇവിടെ ചാടി രക്ഷപ്പെടാം. ചാടി രക്ഷപ്പെടാം. ചാടാം.